നവകേരള സർവേ സർക്കാരിന് വൻ തിരിച്ചടി. സർവേ ഹൈക്കോടതി റദ്ദാക്കി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അതിൽ പ്രകാരം നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നേരത്തെ നടത്തിയ സംസ്ഥാന ജനങ്ങൾക്ക് അരികിലെത്തി പഠനം നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ നടത്തിയ നവകേരള യാത്രയുടെ എല്ലാം തന്നെ ഭാഗമായിട്ടുള്ള ഒരു തുടർച്ചയായിട്ടാണ് ഇത് കണ്ടിരുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കും, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഈ നവകേരള പരിപാടിയുടെ ഭാഗമായിട്ട് ഇതിന്റെ തുടർച്ചയായിട്ട് സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കും. അത് ക്രോഡീകരിക്കുമെന്നും ഇത് വരുംകാല നാടിന്റെ പുരോഗതി എങ്ങനെയാകണം എന്നത് സംബന്ധിയായ രൂപരേഖയായിരിക്കും എന്നെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപടികൾ സ്വീകരിച്ചു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇത് ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ ഒരു മറവിൽ നടക്കുന്ന രീതിയായിട്ടാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതി തന്നെയാണ് റദ്ദ് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.